എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശശാങ്ക്. ഉള്ളവണ മക്കാലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിപ്പോൾ ഈ ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറയുന്നത് വളരെയധികം രാഷ്ട്രീയപരമായിട്ട് എല്ലാവരുടെ മനസ്സിലുള്ള ഒരു ചോദ്യവും ആപത്തിയും നമ്മളെന്നും നമ്മുടെ ഡിസ്കഷൻസിലൊക്കെ പറയാറുള്ള ഒരു കാര്യമാണ്. ഇങ്ങനൊരു പദവി, ഇങ്ങനൊരു അധികാരം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനൊരു നിയമം വന്നിരുന്നെങ്കിൽ ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഏറ്റവും ദുഷിച്ച അഴിമതിക്കാരുള്ള, അതേപോലെ തന്നെ ക്രിമിനലുകൾ ഉള്ള ഏറ്റവും വലിയ നല്ലൊരു ഒരു ഫീൽഡാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്, അല്ലേ? അതിലൊരുപാട് ആളുകളുണ്ട്, ക്രിമിനൽ ഒഫൻസ് നേരിടുന്നവർ, അതേപോലെ തന്നെ അഴിമതിക്കാരുണ്ടാവാം, അതേപോലെ തന്നെ വളരെയധികം കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടും ആ അധികാരത്തിൻ്റെ ആ ഒരു പവറിൽ നമ്മളെ ഭരിക്കുന്നവരുണ്ടാവാം. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. എല്ലാ രാഷ്ട്രീയ കക്ഷിയിലും ഉണ്ടാവാം, എല്ലാ രാഷ്ട്രീയ പക്ഷത്തിലും ഉണ്ടാവാം. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ ഒരു നിയമം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് പേടിയുണ്ടായിരുന്നു. ഇവർ അധികാരത്തിൻ്റെ അതുകൊണ്ട് ഗർവ് കൊണ്ടാണ് ഇവരിത് ചെയ്യുന്നത്. ഇയാൾ വലിയ മന്ത്രിയാണ്, ഇയാൾ കേന്ദ്രമന്ത്രിയാണ്, ഇയാൾ മുഖ്യമന്ത്രിയാണ്, അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഇവർക്ക് അധികാരമുണ്ട്, ഇവർക്ക് തുടരാം, എന്ത് കുറ്റകൃത്യം ചെയ്താലും ഇവർ തുടരാം. ഇങ്ങനത്തെ ഒരു ജനരോഷം, ആത്മരോഷം എന്ന് പറയുന്നത് അരിഭക്ഷണം കഴിക്കുന്ന എല്ലാ പൗരന്മാർക്കും ഉണ്ടാവുന്നതാണ്. നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്, കാലങ്ങളോളം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കാരണം അവരുടെ കയ്യിലുള്ള അധികാരത്തെ നമ്മൾ ഭയക്കുന്നു. കാരണം നമ്മളായിട്ട് വോട്ട് ചെയ്ത് കൊടുക്കുന്ന അധികാരം കൊണ്ട് അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ വരെ അവർക്ക് വേണ്ടി സിസ്റ്റം വഴങ്ങുന്നു, പോലീസ് സിസ്റ്റം വഴങ്ങുന്നു, എല്ലാം വഴങ്ങുന്നുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് അത് രാഷ്ട്രീയ ഭേദം തന്നെ ഒരു പൗരനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ്. കാരണം ഓഡിറ്റബിൾ ആയിരിക്കണം, അക്കൗണ്ടബിൾ ആയിരിക്കണം രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറയുന്നത്, അത് ഏത് പാർട്ടിയിൽപ്പെട്ടവരായിക്കോട്ടെ. അപ്പോൾ ഇങ്ങനൊരു ബില്ല് ഇപ്പോൾ പാർലമെൻറ്റിൽ ചർച്ചയാവുന്നുണ്ട്, അല്ലേ? അതായത് നമ്മൾ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കേന്ദ്രമന്ത്രി ആയിക്കോട്ടെ, അതേപോലെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, പ്രധാനമന്ത്രി ആയിക്കോട്ടെ, 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അറസ്റ്റിലോ കസ്റ്റഡിയിലോ ഉണ്ടായി കഴിഞ്ഞാൽ 31ാമത്തെ ദിവസം അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് റിമൂവ് ചെയ്യാനുള്ള അധികാരങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു ബില്ലാണിത്. ആ സ്ഥാനത്ത് നിന്ന് നീക്കപ്പെടണം. അത് മന്ത്രി ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, പ്രധാനമന്ത്രി ആയിക്കോട്ടെ. അപ്പോൾ അവർ ചെയ്യുന്ന ഒഫൻസ് എന്ന് പറയുന്നത് 5 വർഷം കഠിന തടവിനുള്ള അങ്ങനത്തെ ഒരു വോള്യൂമുള്ള ഒഫൻസിൽ 30 ദിവസം കസ്റ്റഡിയിലും അറസ്റ്റിലുമായ ആൾക്ക് ഇങ്ങനൊരു സംഭവം ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ബില്ല് വരുന്നത്. ആ കുറ്റം വിമുക്തനായിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ വീണ്ടും ആ പാർട്ടിക്ക് അത് കുറ്റവിമുക്തനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവർക്കും ബോധ്യപ്പെട്ടാൽ, അപ്പോൾ വീണ്ടും വേണമെങ്കിൽ റീ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി അതിൽ കൊടുക്കുന്നുണ്ട്. 2 എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ യൂണിയൻ ടെറിട്ടറീസ് ആയിട്ടുള്ള ജമ്മു കാശ്മീർ ആയിക്കോട്ടെ, പുതുച്ചേരി ആയിക്കോട്ടെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടും അത് അവരുടെ ചീഫ് മിനിസ്റ്റേഴ്സിനെ മാറ്റാനുള്ള ഒരു ബില്ല്. ഇങ്ങനെ ഒരു 3 ബില്ലാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ അമിത്ഷാവും KC വേണുഗോപാലിൻ്റെയൊക്കെ നമ്മളൊരു വാഗ്വാദങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അമിത്ഷാ എന്ന് പറഞ്ഞ ഗൃഹമന്ത്രി പറഞ്ഞ കാര്യമാണ്, അന്ന് ഞാൻ ആ അധികാരത്തിൽ ഉള്ളപ്പോൾ തന്നെ ഒരു ഫേക്ക് അലിഗേഷൻ വന്നപ്പോൾ തന്നെ ഞാനത് റിസൈൻ ചെയ്തിട്ടാണ് അതിനെ നേരിട്ടത്. അത് തെളിയിച്ചതിന് ശേഷമാണ് പിന്നെയും വന്നത്. ഇങ്ങനത്തെ ഒരു അക്കൗണ്ടബിലിറ്റി, ഇപ്പം ഞാൻ ഈ അമിത്ഷായുടെ എക്സാമ്പിൾ എടുത്ത പോലെ തന്നെ ഈ ഒരു അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് എനിക്കറിയേണ്ടത്, ഇപ്പോൾ എല്ലാവരും ഘോരഘോരം വാദിക്കുന്നുണ്ടല്ലേ, ഈ പാർട്ടിക്കാർ അഴിമതിക്കാരാണ്, ആ പാർട്ടിക്കാർ ക്രിമിനലുകളാണ്, ഈ പാർട്ടിക്കാർ അതാണ്, ഈ പാർട്ടിക്കാർ അതാണ്. ഞാൻ പറയുന്നത് രാഷ്ട്രീയ ഭേദം തന്നെ. എൻ്റെ ചോദ്യം ഇതാണ്, ഈ ഒരു ബില്ല് പാസ്സാവുന്നതോടെ ഈ ഒരു ബില്ലിനെ എത്ര പേര് അനുകൂലിക്കും? എത്ര ജനങ്ങൾ ഇത് പാസ്സാവാൻ അനുകൂലിക്കുന്നുണ്ട്? എത്ര ബുദ്ധിജീവികൾ ഇതിനെ അനുകൂലിക്കുന്നുണ്ട്? അതേപോലെ തന്നെ ഇതിലൊരുപാട് അമെൻഡ്മെൻറ്റുകൾ കൊണ്ടുവരണം. ആർട്ടിക്കിൾ 75 ഉണ്ട്, 164 ഉണ്ട്, 239A പറഞ്ഞ സംഭവമുണ്ട്. അതിലൊക്കെ അമെൻഡ്മെൻറ്റ് കൊണ്ടുവന്നിട്ട് വേണം ഇത് കൊണ്ടുവരാൻ. പക്ഷേ എൻ്റെ ഒരു പൊതുവെയുള്ള ചോദ്യമാണ്, നമ്മൾ ഈ 1 എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? അതായത് എന്താ പറയുക, വോട്ടർമാർക്ക് അവരെ തിരിച്ചു വിളിക്കാനുള്ള അധികാരം കൊണ്ടുവരണം പറഞ്ഞിട്ട് മമ്മൂട്ടിയൊക്കെ ഒരു ബില്ലിൻ്റെ കാര്യമൊക്കെ ആ ഒരു സിനിമയിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിലും ജനകീയമായിട്ടുള്ള അധികാരം അല്ലെങ്കിൽ കൂടി അത് വളരെയധികം നിയമവ്യവസ്ഥയിലൂടെ, അതേപോലെ തന്നെ വളരെയധികം കൃത്യമായിട്ട് ആ ഒരു ഓഡിറ്റിംഗ്, അതേപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി, അതേപോലെ തന്നെ അധികാര തേർവാഴ്ചയിൽ നിങ്ങൾ സുഖിച്ച് ജീവിക്കേണ്ട, അതായത് ആ സമൂഹം ഉൾപ്പെടുന്ന ആളുകൾ തന്നെ കൂട്ടിയാലോചിച്ച് കൊണ്ടുവരേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ മാത്രമേ ജനാധിപത്യത്തിൽ ജനങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ആളുകൾ കറക്റ്റായിട്ട് ഡ്യൂട്ടി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അവർക്ക് ആ അധികാരത്തിൻ്റെ മത്ത് തലക്കി പിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതിൻ്റെ പേരിൽ എന്ത് കുറ്റകൃത്യം ചെയ്താലും താങ്കൾ ആ പദവിയിൽ തുടരും എന്ന ഒരു ഭയമില്ലായ്മ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇത് ഏറ്റവും നല്ല മരുന്നായിരിക്കും ജനാധിപത്യത്തിൻ്റെ സുരക്ഷയ്ക്കും. അതേപോലെ തന്നെ നല്ല ആൾക്കാർ, അതായത് കറകളഞ്ഞ ആൾക്കാർ അധികാരത്തിലോട്ട് വരാനുള്ള ഒരു തുടക്കമാണ്. ഇതുകൊണ്ട് എല്ലാം മാറുന്നല്ല, എല്ലാം ഒറ്റയടിക്ക് അങ്ങോട്ട് എന്താ പറയുക, വളരെ വളരെ ജനസുന്ദരമായ കാലഘട്ടം എന്നല്ല വരാൻ പോകുന്നത്. പക്ഷേ ഇത് ആദ്യത്തെ ഒരു സ്റ്റെപ്പാവാൻ ജനങ്ങളുടെ കയ്യിലേക്ക് ആ അധികാരം, തങ്ങളുടെ നേതാക്കൾ ശരിയല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ നേതാക്കൾക്ക് എന്ത് ശിക്ഷയാണ് നിയമപരമായിട്ട് നേടിക്കൊടുക്കാൻ കഴിയുക എന്നുള്ളതും, അതേപോലെ തന്നെ അവർ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്ത് അതേ പദവിയിൽ തുടരാൻ അർഹരല്ല
എന്നുള്ളത് വിധിക്കപ്പെട്ട് അവരെ മാറ്റാനുള്ള ആ ജനരോഷം ഉണ്ടല്ലോ, അതിനൊരു നിയമ വ്യവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു വളരെയധികം ജനാധിപത്യപരമായിട്ടും ഏറ്റവും സുതാര്യമായിട്ടുള്ള നടപടിയാണ്. അപ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ, ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രാഷ്ട്രീയം പഠിപ്പിക്കലാണല്ലോ, അപ്പോൾ ഈ രാഷ്ട്രീയ ഭേദമന്യേ ജനാധിപത്യ വിശ്വാസത്തിൽ ഈ ഒരു ബില്ല് എത്ര പേര് അനുകൂലിക്കുന്നുണ്ട്, അതേപോലെ തന്നെ എത്ര പേർക്ക് ഈ ബില്ലിനോടും ഒരു അജണ്ടയാണിത്, സംഘ അജണ്ടയാണെന്നൊക്കെ പറഞ്ഞ് മന്ദബുദ്ധിത്തരം പറയാനാണെങ്കിൽ പറയണ്ട. വളരെയധികം ന്യൂട്രലായിട്ട് ചിന്തിക്കുന്ന, എന്നാൽ രാഷ്ട്രബോധവും ജനാധിപത്യവും അത്യാവശ്യമുള്ള ആളുകൾക്കും ജനരോഷം ഉണ്ടാവാം, പൗരരോഷം ഉണ്ടാവില്ലേ, ആ പൗരരോഷമുള്ളവർക്കും ഈ ഒരു ബില്ലിനോടും ഈ ഇങ്ങനൊരു വ്യവസ്ഥ വന്നു കഴിഞ്ഞാലുള്ള അതിലുള്ള ഒരു അടുത്ത ജനാധിപത്യത്തിൻ്റെ ഒരു മോഡലിലേക്കുള്ള പഠിച്ചുകൊട്ടായിരിക്കും. അധികാര തേർവാഴ്ച ഇനി നടക്കില്ല എന്നുള്ളത് വ്യക്തമാക്കണം ജനത. അതിനു വേണ്ടിയുള്ള നിയമവ്യവസ്ഥ അവർ തന്നെ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ കറകളഞ്ഞ നേതൃത്വം രാജ്യത്തെ ഭരിക്കുള്ളൂ. ഈ അഴിമതിയിലും അതേപോലെ തന്നെ കുറ്റകൃത്യങ്ങളിലും മുങ്ങി നടക്കുന്ന ആളുകളെ പേറി നടക്കേണ്ട ഗതികേട് നമ്മുടെ ജനതയ്ക്ക് ഇല്ല എന്നുള്ളത്, ഈ വലിയ ജനാധിപത്യ രാജ്യത്തിന് ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഇതിനെ അനുകൂലിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾക്കത് രേഖപ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.